എന്താണത്? ഡൈവേഴ്സിഫിക്കേഷനോ? ലീക്കാണ്, ഓട്ടയുള്ള ബക്കറ്റാണ്. ആദ്യം നോക്കുന്നത്, ഇൻവെസ്റ്റർ നോക്കുന്നത്, നമ്മൾ ഈ ഡ്യൂലൻസ് നടത്തുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ കമ്പനിയിൽ വല്ല ഓട്ടയുണ്ടോ എന്നാണ്. പൈസ തന്നെ. ഞാൻ നിങ്ങൾ 10 കോടി വാങ്ങിച്ചു, ഈ 10 കോടി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമാണോ സ്പെൻഡ് ചെയ്തത്, അല്ലാതെ ഏതെങ്കിലും സൈഡിൽ കൂടി വല്ല ഓവിൽ കൂടി പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നാണ് അല്ലേ? ഒരുപാടുണ്ടാവും, മിക്ക കമ്പനിയിലുണ്ടാവും. നമുക്ക് റിലേറ്റഡ് കമ്പനീസ് വരുമ്പോൾ നമ്മൾ ഒരു കമ്പനി കാണിച്ചു കൊടുക്കും, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഓക്കെ, അതിൻ്റെ സപ്ലൈ ചെയ്യുന്ന കമ്പനി നമ്മുടെ പാർട്ണർഷിപ്പ് ആയിരിക്കും, നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർ ആയിരിക്കും അല്ലേ? അവിടുന്ന് സ്റ്റാഫിനെ എടുക്കുന്നത് നമ്മുടെ കമ്പനി ആയിരിക്കും, അവിടെ ക്യാൻറ്റീനിൽ ഫുഡ് കൊടുക്കുന്നത് നമ്മളായിരിക്കും. അതായത് അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവല്ലോ, ഈ എക്സ്പെൻസ് പോകുന്നതൊക്കെ അവർ നോക്കുന്നത് ഇതിലേതെങ്കിലും സിസ്റ്റർ കൺസേൺ ഉണ്ടോന്നാണ്. സിസ്റ്റർ കൺസേൺ ഉണ്ടെങ്കിൽ അത് ഓട്ടയാണ് അല്ലേ? എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിലേതെങ്കിലും റിലേറ്റഡ് പാർട്ടി, അതുകൊണ്ട് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ വളരെ സീവിയറായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്. കാര്യം ഓട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അത് ഞങ്ങൾ അത്രയും ചെയ്യാറ്, ഞങ്ങൾ വളരെ മിനിമലായിട്ട് ചെയ്യാറുള്ളൂ. പക്ഷേങ്കിൽ എന്താ പറയുക, ഓട്ടം അങ്ങനെയാണല്ലോ, ഒഴുകിക്കഴിഞ്ഞ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. Fintaxman, the mentor your business needs.